എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയാക്ഷനാണ് ഖലീഫ സിനിമയുടെ ഒഫീഷ്യൽ ട്രailer എത്തിയിട്ടുണ്ട്. കാത്തിരിക്കുന്നു. എപ്പ തുടങ്ങി ഇരുത്തോന്നറിയോ? അതെ, 6 മണിക്ക് മുതൽ കേട്ടോ. വന്നിട്ട് വേണം ഒന്ന് ഒരു പൊളി പൊളിക്കാന്ന് വിചാരിച്ചിട്ടിരുന്നിട്ടേ എന്റെ മോനെ എത്തിയിട്ടുണ്ട്. ഇനിയാണ് ആമിർ അലിന്റെ വെടിക്കെട്ട് കാണാൻ പോണം. അതെ, ഓഗസ്റ്റ് 20 സിനിമ റിലീസിനെത്തുകയാണ്. വൈശാഖ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ നായകനാവുന്ന സിനിമയാണ്. ഒരുപാട് വലിയ താരങ്ങളിൽ അഭിനയിക്കുന്നുണ്ട് കേട്ടോ. സ്പെഷ്യലായിട്ട് പറയേണ്ടത് നമ്മുടെ എന്താ മോനെ വെറൈറ്റി പിടിക്കാനുള്ള പ്ലാനായിരുന്നു. സോറിയുടെ കൂട്ടാ, അടുത്തേക്ക് പിടിക്കാം. ആ ഒരു ബിൽഡപ്പ് കൊടുത്തിട്ട് ഇറക്കേണ്ട സാധനമാണ് നശിപ്പിച്ചത്. ഈ വൈശാഖേട്ടനും ലാലേട്ടനും ഒരേ സ്വഭാവം. എന്താ മോനെ ഒരേപോലെ പെരുമാറുള്ളൂ. രണ്ടുപേരും പെരുമാറ്റമൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ കേട്ടോ. എന്തായാലും നമുക്ക് ഒഫീഷ്യൽ ട്രailer കാണാം. ജെക്സ് ബിജോയിന്റെ കത്തിക്കൽ ഉണ്ടാവോ? എത്ര നാളായിട്ട് കാത്തിരിക്കുന്നടാ. അതെ, സത്യം. ഈ ഒരു ട്രെയിലറിന് വേണ്ടിട്ടോ. ആ ട്രെയിലർ വരണം. ഗ്ലിംസ് എന്തായിരുന്നു സാധനം? അമ്പോ കത്തിക്കും. ഓക്കേ, ഞാൻ പിടിക്കാം. ഇങ്ങോട്ട് താല്ലേ. ഈ കാല് ഇങ്ങനെ ഒന്ന് വെക്കണം. ഓക്കെ, റെഡി? റെഡിടാ. ഓ അതാ ഇപ്പൊ നല്ല കഥ. ഇയാൾക്കൊരു ലെഗസിയുണ്ട്. അത്ര വേഗം മറക്കാൻ കഴിയാത്തൊരു ലെഗസി. കൊഫേപോസോ പോലുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിൽ വരാൻ കാരണക്കാരനായ നോട്ടോറിയസ് സ്റ്റാർ സ്മഗ്ലർ. എനിക്ക് ഇപ്പട്ട കിട്ടണം എന്റെ കൺമുമ്പിൽ. പൊട്ടിച്ച പൊന്നുമായിട്ട് വരുന്ന നായ്ക്കളെ എന്റർടൈൻ ചെയ്തിരുന്ന നമുക്കിടയിലുണ്ടായിരുന്ന പൊതുനിയമം. അലി എന്താ ഉള്ളില്ല? പൊട്ടിക്കാൻ പോവാ. ഒരിടത്ത് കടത്ത ഞാൻ പൊട്ടിക്കും. എന്റെ ചോരയ്ക്കൊരു ഒന്നാന്തരം സ്മഗ്ലറിന്റെ സകല ഗുണങ്ങളും ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. അതിന് വെറുതെ വളമിട്ട് കൊടുക്കരുത് എന്റെ തന്തയോട് പോയി പറയാം. നീ എവിടെ എത്തിപ്പെടരുതെന്ന് ഞാൻ ആഗ്രഹിച്ചോ അവിടെയാണ് നീ കേട്ടി നിൽക്കുന്നത്. നിങ്ങൾ ഇന്നലെ പൊട്ടിച്ച എന്റെ പൊന്നൊരു പണവിട കുറയാതെ അവരുടെ കൈ തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ ഈടെ അടുത്തത് പൊട്ടും. ഇതിമ ഭീഷണിയൊന്നുമല്ല സാറേ. ഉമ്മാണ് ഞാൻ ചെയ്യും. ഒരു കൈ മോനെ, ഇതിൽ ഏറ്റവും രസമുള്ള സീൻ അതാണ്. സത്യം. ഗംഭീര ഷോട്ട്. കൈ വെക്കുന്നത് അവിടുന്നാണ്, മോളിൽ നിന്നാണ് താഴത്തേക്ക്. അതെ അതെ, താടിയുടെ ഈ മാത്രം കാണുന്നുണ്ട്. അവര് ചുരുട്ടും. അതെ, കിടിലൻ ലുക്ക്. നേരിട്ട് കാണുമ്പോ ഭയങ്കര രസമായിരിക്കും. ലാലേട്ടന്റെ ലുക്കേ പൊളിക്കും. രണ്ടല്ല, ഇപ്പൊ കേട്ടറിവ് വെച്ച് ഒരു 2-3 മിനിറ്റ് എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. മതി, ധാരാളം. അതിന് ഒരു 10-15 മിനിറ്റിൽ നിന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്ര കിട്ടിയാ മതി. എന്തായാലും ജെക്സ് ബിജോയ് കത്തിച്ചിട്ടുണ്ട് കൊണ്ട് വിളയാടാന്നൊക്കെ പറഞ്ഞ ജെയ്ക്സിന്റെ സത്യത്തില് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. മറ്റതൊക്കെ ഒട്ടേക്ക് മറ്റൊരു 1-2 പക്ഷെ ഇത് പൊളിയാ. ഇതൊരു 1.5 അറുമാത സാധനമായിരിക്കും. ചില സമയങ്ങളിൽ ഡൗൺ ആവുന്നുണ്ട്. ഇങ്ങനെ കേറി ഇറങ്ങി പോണത്. അതെ, അതായത് നമുക്ക് ഒരു ഹൈറ്റ് തരുന്നതിന് മുൻപായിട്ട് എന്തോ ഒരു സൈലന്റ്,
എന്തോ ഒന്ന് മിസ്സാകുന്ന പോലെ feel ചെയ്യുന്നുണ്ട്. അതെന്താന്നറിയോ, പിന്നെയും കയറി വരും. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഡയലോഗ് ഡെലിവറിയും ഈ ഇതിന്റെ എഡിറ്റിംഗിൽ തന്നെ, ഈ ട്രെയിലറിന്റെ എഡിറ്റിംഗിൽ തന്നെ ഭയങ്കര രസമായിരുന്നു. അതായത് ചില സമയത്ത് ഡയലോഗ് പറഞ്ഞ് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ അതിന്റെ ബാക്കി പറയണ കുറച്ച് സീനുകൾ കഴിഞ്ഞിട്ടാണ് അതിന്റെ ബാക്കി കാണിക്കുന്നത്. ഇന്റർകട്ടുകൾ കുറെ സാധനം കയറി വരുന്നുണ്ട്. പക്ഷെ അതൊരു പ്രത്യേക രസമുണ്ട് ഈ കേറി ഇറങ്ങി പോകുന്നതേ. അതെ അതെ, ഒരു വൈബുണ്ട്. മൊത്തത്തിൽ ഇങ്ങനെ ഒരു തൂത്തുവാരി പോണ സംഭവമല്ല. ഈ ഒരു കയറ്റിറക്കം വരുന്നതും അതൊരു രസമാണ്. കേട്ടിരിക്കാൻ ഭയങ്കര രസമുണ്ട്, കണ്ടിരിക്കാനും. എന്താണെങ്കിലും എന്തായാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഷോട്ട്, ലാലേട്ടന്റെ ആ കൈ, പിന്നെ ജെയ്ക്സ് ബിജോയിന്റെ വർക്ക്, പിന്നെ എഡിറ്റിംഗ് നല്ല എഡിറ്റിംഗ്. പിന്നെ കുറെ ഫൈറ്റുകൾ കാണിച്ചത് മൊത്തം ഇതിനു മുൻപ് ഗ്ലിംസിലൊക്കെ കാണിച്ചില്ലേ, അതിന്റെയൊക്കെ വേറെ ഷോട്ടുകളും അതിനകത്ത് കാണിച്ച സാധനങ്ങൾ അതേ കാണിച്ചിട്ടുള്ളൂ. പിന്നെ നല്ല യങ് ആയിട്ടുള്ള ലുക്ക്. പിന്നെ വില്ലനെ കാണിച്ചു. വില്ലനെ ഇതിനു മുന്നേ കാണിച്ചില്ലല്ലോ, ടീച്ചർ കാണിച്ചില്ല. ഇല്ല, വില്ലനെ എപ്പോഴാണ് ആളെ കാണിച്ചതിന് മുമ്പ് ഒരു പോസ്റ്റർ മാത്രം. അതെ, അതായത് ഓൺ ബോർഡ് പോസ്റ്റർ. ഇപ്പൊ അത് ഫുൾ ആയിട്ട് ഇപ്പൊ കാണിച്ചു. ആള് വരുന്നതും അതിന്റെ സീനും കാണിക്കുന്നുണ്ട്. പിന്നെ ഷമ്മീത്തിലങ്ങനെ കാണിച്ചു. ആളും വില്ലൻ തന്നെയാണ്. ആള് നാടൻ വില്ലൻ, മറ്റത് കുറച്ച് കൂടിയ വില്ലൻ. അതാണ് അങ്ങനത്തെ ഒരു സംഭവം. രാജു ആണത് പുറത്തുനിന്ന് നടക്കുന്നത്. അതെ, ബോംബെ നടക്കുന്ന രാജുവാണ്. എന്താണെങ്കിലും തകർക്കട്ടെ പടം. നല്ല സിനിമ ആവട്ടെ. എന്തായാലും ഓഗസ്റ്റ് 20 സിനിമ റിലീസിനെത്തുകയാണ്. ഓണത്തിന് ഇറങ്ങുന്ന ഫസ്റ്റ് മലയാള സിനിമ അല്ലേ? എനിക്ക് ചില സമയങ്ങളിലേ ലുക്ക് എന്തൊക്കെയോ ഒരു പൃഥ്വിരാജിന്റെ അത് മെലിഞ്ഞ ലുക്ക് ഉണ്ടല്ലോ. അതെനിക്ക് തോന്നുന്നത് എന്തെന്നറിയൂടാ, അല്ല എന്റെ ഒരു ഇതാണ് കേട്ടോ. അതായത് ഈ 3 സൈസിൽ, മൂന്ന് സൈസിലുണ്ട് ആള്. അതിങ്ങനെ മാറി മാറി വരുമ്പോഴേ നമുക്കിപ്പോ ഈ അതാ ഞാൻ പറഞ്ഞ ഈ ട്രെയിലർ കട്ടിങ് തന്നെ അങ്ങനെയാ. അതിന്റെ ഇടയ്ക്ക് ഇപ്പത്തെ കാണിക്കും, അതിന്റെ അടുത്ത ഷോട്ട് വരുന്ന പഴയതായിരിക്കും. അങ്ങനത്തെ ഒരു കട്ടിങ് ഇത് വന്നിട്ടുള്ള ട്രെയിലർ. ഗ്ലിംസിലുള്ള ലുക്ക് ഇല്ലേ, അത് ഗംഭീര ലുക്കാ. അതിനകത്ത് എന്താണെന്നറിയോ, അതിനകത്ത് ആ ഒരു ലുക്ക് തന്നെയാണ്. ഇതങ്ങനെയല്ലേ, ഗ്ലിംസിന്റെ അടുത്ത് ട്രെയിലർ. ഗ്ലിംസ് ആണ് ഇതിന്റെ മിന്നിയ സാധനം. ഇതാ ഗ്ലിംസിന്റെ അത്ര ഒന്നുമില്ല ഈ സാധനം, പക്ഷെ രസമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നല്ല തുടക്കമൊക്കെയാണ് കാണാനും. അതായത് ഈ ഡയലോഗ് ഡെലിവറിന്റെ രീതിയൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ കട്ട് ചെയ്തിരുന്നതിന്റെ ആയിരിക്കാം. പിന്നെ നമ്മുടെ ഓവർ ഭയങ്കര എക്സ്പെക്ടേഷൻ അതുകൊണ്ട് അതും നമുക്ക് ബാധിക്കും. പിന്നെ എക്സൈറ്റ്മെന്റ് കൊണ്ട് നമുക്കിങ്ങനെ ഒരു കിട്ടുന്നില്ല. എന്റെ ഇത് ചെയ്യുമ്പോ റിയാക്ഷന്റെ ഇത് എഡിറ്റ് ചെയ്യുമ്പോ നീ കണ്ടോട്ടോ, ഞാൻ വേറെ അങ്ങോട്ട് നോക്കിയിട്ടില്ല, ഞാൻ ഇതന്നെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. അതായത് നമ്മളെന്താ അത് നമ്മളെ ഇതിനകത്ത് എന്താ കിട്ടാനുള്ളതെന്നുള്ള. പക്ഷെ നോക്കുമ്പോ പഴയതൊക്കെ തന്നെയാണ് കുറെ ഉള്ളത്. അത് അല്ലാണ്ട് കുറെ ചേസിങ്ങും കാര്യങ്ങളൊക്കെ സോയിലുള്ളൊക്കെ അതൊക്കെ വേറെ കുറെ ഉണ്ട്. പിന്നുള്ളത് ഗ്ലിംസിൽ കണ്ട കുറച്ച് ചേസിങ്ങും ഗ്ലിംസിലുള്ള ഫൈറ്റും, പിന്നെ അതല്ലാത്ത കുറച്ച് പരിപാടികളും, കുറച്ച് ഇമോഷണൽ കൂടുതൽ പ്രാധാന്യം തോന്നുന്നില്ല. അത് ഇമോഷൻ, അതായത് ആ മറ്റേ രഞ്ജി പണിക്കർ പറയുന്ന ഡയലോഗ് തന്നെ, നീ എവിടെ എത്തരുതെന്നാണോ ആഗ്രഹിച്ചത്, നീ അവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് പറയുന്ന ഒരു സാധനം. അതായത് ആളെ അച്ഛനാണല്ലോ ലാലേട്ടൻ. ലാലേട്ടന്റെ പേടി എന്താ അറിയോ, വിലായത്ത് ബുദ്ധയില് അതല്ല ഒരേ ഒരു ഇതാണ് ഏത് എതിരാളികളെ, പൃഥ്വിരാജിന്റെ എതിരാളികളായിട്ട് വരുന്നത് ഷമ്മി തിലകനാണല്ലോ. അപ്പൊ ആ ഒരു വൈബൊന്നും ആവാതിരുന്നാ മതിയായിരുന്നു. അതിന്റെ ഒരു മോഡേൺ വേർഷനോ അല്ലെങ്കിൽ പുതിയ വേർഷനോ ആവരുത്. ഇതില് ആള് രാഷ്ട്രീയക്കാരനാണ് ഷമ്മി തിലകൻ, അതാണ് അതിനകത്തൊരു വ്യത്യാസം. എന്തായാലും നല്ല സിനിമ ആവട്ടെ. അതെ, ട്രെയിലർ എന്താണെങ്കിലും വളരെ മോശം എന്നല്ല, എന്നാ അതായത് ചില സമയങ്ങളിൽ ഒരു ഡൗൺ തരുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ കിട്ടും, അല്ലാതെ വേറെ രീതിയിൽ മോശം എന്നല്ല കേട്ടോ, ഗംഭീര. പക്ഷെ ഗ്ലിംസിന്റെ താഴെയാണ്, എന്നാൽ സാധനം കൊള്ളാം. ഖലീഫ എന്ന് പറഞ്ഞാൽ ഖലീഫന്റെ ഗ്ലിംസ് അത് തന്നെയാണ് ബെസ്റ്റ്. എന്തായാലും ഞങ്ങൾ ശരിക്കും ഇനി ശരിയായ രീതിയിൽ ഒരു റിയാക്ഷനുമായിട്ട് നാളെ വരാം. നാളെ ഒന്നും കൂടി നമുക്ക് ചെയ്യാം, പഠിക്കാനുണ്ട്. അവിടെ ഇരുന്ന് സ്റ്റുഡിയോയിലൊക്കെ ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 10 മണി കഴിയും. 8:40. അതെ, ഇത് നിങ്ങൾ കാണണമെങ്കിൽ 10:30 ആവും സ്റ്റുഡിയോയിൽ വെച്ചാല്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്, പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്, നാളെ കാണാം, ബൈ.